ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ലോകത്തിലായിരുന്നപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട, വിമർശിക്കപ്പെട്ട, കുറ്റം വിധിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗുരുനാഥനായിരുന്നു യേശുനാഥൻ. മാനുഷികമായി മാത്രം യേശുവിനെ കാണാൻ ശ്രമിച്ച യഹൂദർ യേശുവിൻ്റെ പ്രബോധനങ്ങളെ സംശയിച്ചു. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോൾ ഒരു മാന്ത്രികൻ്റെ ജാലവിദ്യയാണെന്നാണ് അവർ പലപ്പോഴും അതിനെ കരുതി വച്ചത്. അതിനപ്പുറത്ത് യേശുവിൻ്റെ ദൈവത്വത്തെ കാണാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ ദൈവമാണ് എന്നും ദൈവപുത്രനാണ് എന്നുമൊക്കെ പറഞ്ഞപ്പോൾ യേശുവിനെ വിമർശിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ജനം രോഷാകുലരാകുന്നതും അവനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നതും ബന്ധിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ തിരുവചനത്തിൻ്റെ ഏടുകളിൽ നമ്മൾ പലവട്ടം കാണുന്നുണ്ട്. യേശുവിനെ ബന്ധിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നവരോട് മുഖത്ത് നോക്കി അവിടുന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പിതാവിൽ നിന്ന് കണ്ടതും കേട്ടതുമായ അനേകം പ്രവൃത്തികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിലേത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച് ഞാൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണ് നിങ്ങളെ ഉത്കണ്ഠാകുലരാക്കുന്നത്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലാകുന്നത്? അവർ പറഞ്ഞത്, നിന്റെ വാക്കുകളുടെ പ്രശ്നമല്ല, നീ സ്വയം ദൈവമാണെന്ന് കരുതുന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. യേശുവിൻ്റെ ദൈവത്വത്തെ കാണാൻ സാധിക്കാതെ പോയ ഒരു ജനത, യേശുവിൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്ന യഹൂദരുടെ ഒരു വലിയ നിര. ഫരിസയരും നിയമജ്ഞരുമൊക്കെ നിയമത്തെ വ്യാഖ്യാനിച്ച് വല്ലാണ്ട് കുളമാക്കി വച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് യേശുവിൻ്റെ പ്രബോധനങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മനസ്സ് കാണിക്കാത്ത ഒരു യഹൂദ ജനതയാണ് നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ വചനം നമ്മുടെ മുമ്പിൽ എഴുന്നു നിൽക്കുന്ന വെല്ലുവിളിയാണ്. ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെയും ഒക്കെ എത്രമാത്രം ഗൗരവത്തിൽ എടുക്കുന്നുണ്ട്? ബൈബിളിലെ യേശുനാഥൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയോടെ ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്? വചനത്തിൽ ഈശോ നമ്മുടെ ജീവിത പരിവർത്തനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അതിനെത്ര വില കൊടുക്കുന്നുണ്ട് നമ്മൾ? ആരോ പറയുന്നത് പോലെ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ ഇറക്കി വിടുന്നു. ഞായറാഴ്ച വികാരിയച്ഛന്മാരുടെ പ്രസംഗം നമ്മളിൽ എത്ര പേരെ സ്വാധീനിക്കുന്നുണ്ട്? അതിനെത്ര പേര് വില കൊടുക്കുന്നുണ്ട്? പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ ഇറക്കി വിടുന്നു. പള്ളിയിൽ വന്ന് ഞാൻ പള്ളിയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഒരു വേറിട്ട വ്യക്തിയായിട്ടാണ് പോകേണ്ടതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വചനത്തിലൂടെ വൈദികർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് സാന്ത്വനവും സന്തോഷവും കൊടുക്കുന്നത് സ്വാഭാവികമാകാം. പക്ഷെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് കൂടുതൽ ഗൗരവമുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോഴായിരിക്കുന്ന എൻ്റെ ജീവിത വീഥി, ഞാനിപ്പോഴായിരിക്കുന്ന എൻ്റെ ജീവിത ശൈലി, ഞാനിപ്പോൾ കടന്നു പോകുന്ന എൻ്റെ അനുദിന ജീവിതക്രമം, അത് ശരിയല്ല, ഇങ്ങനെ പോയാൽ പോര ഞാൻ എന്ന് മനസ്സിലാക്കാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോഴാണ് അവനിൽ മാനസാന്തരമുണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഈശോയുടെ പ്രബോധനത്തിൽ ഏറ്റവും ഗൗരവത്തിൽ അവിടുന്ന് പറഞ്ഞു വെച്ചത് അതാണല്ലോ, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യത്തിൽ വിശ്വസിക്കും. മാനസാന്തരപ്പെടാനുള്ള സാധ്യത പോലും നമ്മൾ എന്നെ അടച്ചു കളഞ്ഞു എന്നാണ് എൻ്റെ ഗൗരവമായ ഭയം. പ്രിയപ്പെട്ടവരെ, ഈശോ നൽകുന്ന വചനത്തിന് വില കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ പ്രബോധനങ്ങൾക്ക് വില കൽപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ.
അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യതയോടെ നിറവേറ്റുന്ന നീതിനിഷ്ഠനായൊരു ഭരണാധികാരിയാണ്, നീതി പാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത് എങ്കിൽ നമ്മൾ എന്നും കുഞ്ഞു പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റയടിക്ക് ഒറ്റ നടക്കി പോകില്ല. ക്ഷമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അനുദിന ജീവിതത്തിൽ പുലർത്തേണ്ട മര്യാദകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ തൃണവൽഗണിച്ചുകൊണ്ടല്ലേ നമ്മൾ പലരും മുന്നോട്ട് പോവുക. നമുക്കതുകൊണ്ട് തമ്പുരാൻ്റെ വചനത്തിന് വില കൊടുക്കാൻ ആഗ്രഹിക്കാം പ്രിയപ്പെട്ടവരെ. ക്ഷമയുടെ മേഖലയിൽ, സ്നേഹത്തിൻ്റെ മേഖലകളിൽ, എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളുടെ തലങ്ങളിലൊക്കെ ഗൗരവമായ ഒരു പുനർവായനയ്ക്ക് നമ്മളെ വിട്ടുകൊടുക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. യേശുനാഥൻ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ ദൈവത്തിനടുത്ത ആദരവ് അവന് കൊടുക്കാൻ, അവൻ പറഞ്ഞ പ്രബോധനങ്ങൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാകണമെന്ന് ആഗ്രഹിക്കാൻ, ഒരു പുതിയ മാറ്റം എൻ്റെ ശൈലിയിൽ കൊണ്ടുവരാനൊക്കെ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തുനാഥന് യോഹന്നാൻ സ്നാനം നൽകിയിരുന്ന സ്ഥലത്ത് പോയി സ്നാനം നൽകിയിട്ട് വചനം പറഞ്ഞപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാതിരുന്ന യോഹന്നാനേക്കാളും എത്രയോ കൃത്യമായിട്ട് അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞ് അതേ കാര്യങ്ങളെ തള്ളിപ്പറഞ്ഞ മറ്റൊരു വിഭാഗം ആൾക്കാർ അവനെ ചേർത്ത് പിടിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുകയാണ്. ആ മനുഷ്യരുടെ നിഷ്കളങ്ക ഭാവമൊന്ന് ഉൾക്കൊള്ളാൻ, അവന് വില കൊടുക്കാൻ, അവനെ സ്നേഹിക്കാൻ, അവനെ പരിഗണിക്കാൻ, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.